ഈ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സ് ഒക്കെ കൊടുക്കുന്ന ചാനലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ റിവ്യൂ കാര്യങ്ങൾ പറയുന്ന ചാനൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഗേൾസ് ലേഡീസും കൂടി ആവുമ്പോൾ ഒരുപാട് പേര് കുരുപൊട്ടി കമന്റ് ബോക്സിൽ ചെല്ലും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കുരുപൊട്ടി കമന്റുകൾ പോയ ഒരു അക്കൗണ്ട് അവർ ആദ്യമായിട്ട് ഈ കമന്റ്സിന് റിയാക്ട് ചെയ്യാണ്. എനിക്കിങ്ങനെ ആരെങ്കിലും റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവർ റിയാക്ട് ചെയ്യുമ്പോൾ യെസ്, അതായത് റിയാക്ഷൻ വരുന്നുണ്ടല്ലോ. അതായത് നമുക്ക് വരുന്ന ബാഡ് കമൻസിനും അല്ലെങ്കിൽ നമ്മളെ ആളുകൾ പറയുന്ന വൃത്തികേടുകൾക്കും റിയാക്ട് ചെയ്യുന്നുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇല്ല, ഒന്നിനും റിയാക്ട് ചെയ്യുന്നില്ല, ഞാൻ മിണ്ടാതിരിക്കുകയാണ്, പറയുന്നവർ പറഞ്ഞിട്ട് പോട്ടെ എന്ന മൈൻഡ് സെറ്റിലല്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് Q&A ഇടുന്നുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് ടു സീ. അവരെന്നെ റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. കാരണം അവർക്ക് ജെന്യൂനായിട്ട് പറയാനുള്ള ഉത്തരങ്ങൾ അവർ കൊടുത്തിട്ട് ഇവർക്കുള്ള ഒരു മുഖത്തുള്ള അടി തന്നെയായിട്ട് ഇത് പോകുന്നുണ്ടെന്നാണെങ്കിലും ഇതിനിടയിൽ ഒരു ആക്സ് വരും. ഇവിടുത്തെ എൻ്റെ അക്കീറ്റ ഏതെങ്കിലും ചാനലിൽ ഇവിടെ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും വന്ന് പൊന്തി നിൽക്കും. ഓക്കെ, അവനെ വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ ഓക്കെ, നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു 3 ഇയേഴ്സിൻ്റെ മുകളിലായിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി ഹാക്സ്, അതേപോലെ ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന നല്ല ഫണ്ണാണ് കേട്ടോ. അവരുടെ അവതരണം ഭയങ്കര രസമാണ്. ഞാൻ റീസെൻ്റ്ലി ആണ് ഈ 1-2 ഇൻ്റർവ്യൂസ് ത്രൂ ആണ് ഇവരെ കണ്ടത്. പിന്നെ അതിനുശേഷമാണ് ഇവരുടെ ചാനലും വീഡിയോസും എടുത്ത് നോക്കുന്നത്. പിന്നെ ഞാൻ അത്ര എന്താ പറയുക, ബ്യൂട്ടി സാധനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്ത് ചാനലിലെ വീഡിയോസ് കാണണം എന്നില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഐ ഫെൽറ്റ് ഇങ്ങനെ ചെയ്യണം. നമുക്ക് വരുന്ന വൃത്തികെട്ട അട്രോഷ്യസ് ആയിട്ടുള്ള കമൻറ്റുകൾ എന്താണെങ്കിലും ഇരുന്ന് റിയാക്ട് ചെയ്തേ പറ്റൂ. പിന്നെ ഇവർക്കൊക്കെ വരുന്ന ലെവൽ ഓഫ് കമൻറ്റ്സ് എന്താണെന്നുള്ളത് ഈ സൊസൈറ്റി അറിയും വേണം, മനസ്സിലാക്കും വേണം. സൊസൈറ്റിക്കകത്ത് ഇങ്ങനെ കമൻറ്റ് ഇടുന്നവന്മാരെ പേടിക്കും വേണം. കാരണം അവന്മാർ കമൻറ്റ് മാത്രമല്ല, തരം കിട്ടിയ വേറെ പരിപാടി ഇവന്മാർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് കാണാം. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം ഇതെന്ന് പറയുന്നത് എന്താ പറയാ, ഒരു റിയാക്ഷൻ കൈൻഡ് ഓഫ് വീഡിയോ ആണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കുറച്ച് കമന്റുകൾ അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന കുറച്ച് കമന്റുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. കമന്റ് റിയാക്ഷൻ ഇറ്റ്സ് വെരി ഗുഡ്, നല്ലതാണ്. നിങ്ങളെ ചാനലിൽ വരുന്ന അട്രോഷ്യസ് ആയിട്ടുള്ള, നിങ്ങൾക്കെതിരെ വരുന്ന വളരെ മോശമായിട്ടുള്ള കമന്റുകൾ റിയാക്ട് ചെയ്യുന്നത് അടിപൊളി പരിപാടിയാണ്. അതും ഒരു നല്ല കണ്ടന്റ് ആണ്. എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്ന കമന്റ് എന്ന് വെച്ചാൽ, നീ ഇപ്പൊ സെക്ഷലി ഭയങ്കര ആക്റ്റീവ് ആണ്. അതായത് എനിക്ക് വന്ന കമന്റ്, നീ ഇപ്പൊ സെക്ഷലി ഭയങ്കര ആക്റ്റീവ് ആണ്, അപ്പൊ അതുകൊണ്ട് നിനക്കിപ്പോ ഈ മെൻസ്ട്രൽ കപ്പ് ഒന്നും നിനക്ക് സൈസ് ആണല്ലോ, ലാർജ് ആയാലും എക്സ്ട്രാ ലാർജ് ആയാലും നിനക്ക് നീ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങ് ലൂസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടല്ലേ നീ ഇപ്പൊ നാപ്കിൻ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞ് എനിക്കൊരു കമന്റ് വന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കമന്റിനൊക്കെ ഞാൻ പൊളി മച്ചാനെ, ഇങ്ങനത്തെ ഒരു കമന്റ് ഇട്ടല്ലാണ് എന്ത് പൊളിയാണ നിങ്ങളൊന്നും ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം എൻ്റെ 4 പഠിക്കുമ്പോൾ മുതൽ ഞാൻ ഒരുപാട് സെക്ഷൽ അബ്യൂസ് കണ്ടും ഞാൻ ഒരുപാട് സെക്ഷൽ അബ്യൂസ് അനുഭവിച്ചും വളർന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇവരൊരു പെർട്ടിക്കുലർ ഷോർട്ട് വീഡിയോ തോന്നുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു, നാപ്കിൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു നാപ്കിൻ ബ്രാൻഡിൻ്റെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനടിയിൽ വന്നിട്ടുണ്ട്. കാരണം ഇവരുടെ വീഡിയോസിൽ ഇവർ മെനിസ്ട്രൽ കപ്പ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്, അതിൻ്റെ യൂസേജും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനടിയിൽ വന്ന കമൻറ്റാണ് ഇങ്ങനെ, അതായത് മെനിസ്ട്രൽ കപ്പ് ഈ പറഞ്ഞ സാധനം നീ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെനിസ്ട്രൽ കപ്പാണ് എനിക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ എന്ന് പറയുന്നു, പിന്നെ എന്തിനാണ് നീ വന്നിട്ട് ഈ പാഡ്സ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ പാഡ് യൂസ് ചെയ്യാനുള്ള കാരണം ഇന്നതല്ലേന്ന് ചോദിച്ചിട്ടാണ് ഏതോ ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ള ഒരുത്തം വന്നിട്ട് ഈ സാധനം ഇട്ടിട്ട് പോയത്. ഇതൊക്കെ ഇപ്പം വീട്ടിൽ സ്വന്തം അമ്മേനോടും പെങ്ങന്മാരോടൊക്കെ ചോദിക്കും. ക്ലീഷേ ചോദ്യമാണ്, ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത് ഇവനത് ചോദിക്കും എന്നുള്ളതാണ്. അല്ല, ഇത് നോക്കി നടക്കും അവന്മാർ. ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഇതൊക്കെ സ്പോട്ട് ഓൺ ചെയ്ത് നോക്കി നടന്ന് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നവന്മാരെ വീട്ടിലുള്ള സ്ത്രീകൾ ശരിക്കും ശ്രദ്ധിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഇവന്മാരുടെയൊക്കെ പേര് വല്ല അണ്ടർടേക്കർന്നോ ജോൺസീനൊക്കെ ആവും. സ്വന്തം പേരിൽ വന്ന് കമൻ്റ് ഇടാൻ ഒരുത്തനും പറ്റില്ല. കാരണം ഇമാതിരി കമൻ്റാണോ ഉള്ളത്, സൊസൈറ്റിക്ക് മനസ്സിലാവുമല്ലോ. DP വേറെ എന്തെങ്കിലും WWF ഏതെങ്കിലുമൊക്കെ ഇടിക്കാരതും കുസ്തിക്കാരതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നാറികളെ പൊക്കാൻ വഴിയില്ല, അതാണ് പ്രശ്നം. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊക്കാൻ ലേശം പാടാണ്. ഇനിയിപ്പോൾ കേസ് കൊടുത്താൽ അടക്കം സമയം പിടിക്കും. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്നതാണ്, ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ആ വോയിസ് കൊള്ളാം. അതായത് ഞാൻ ഫാസ്റ്റിൽ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ സൗണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കാം. അപ്പം ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ആ സൗണ്ട് വോയിസ് കൊള്ളാം. അപ്പം അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ്, എനിക്കത് വായിക്കാൻ വയ്യ, ഒരു ഭയങ്കര ഒരു വൾഗറായിട്ടുള്ള, ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അതായത്
ഞാൻ ഇവിടെ ഇങ്ങനെ ആ കമന്റ് കൊടുത്തേക്കാം. ഇതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു, പണ്ടൊക്കെ അയച്ചു. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇതൊക്കെ ഉണ്ട്, മുഖമൊക്കെ ഉണ്ട്, എനിക്ക് അവരൊക്കെ അയച്ചു തന്നിട്ടുള്ളത്. വാണ ഇടപെട. എന്റെ സൗണ്ട് ആയിട്ട് മീൻസ് ഇത് അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറയും, ഇത് ഭയങ്കര ലോക്കലായിട്ട് പറയുന്ന വേർഡാണ് വാണ. നമ്മൾ കേട്ടിട്ടുള്ള, എനിക്കറിയുന്നത്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കേട്ടുള്ളതാണ്. എനിക്കറിയുന്ന വാണെന്ന് പറഞ്ഞാൽ നമ്മളെ ദീപാവലിക്കൊക്കെ കൊളുത്തുന്ന സാധനമാണ് എനിക്കറിയുന്നില്ല. പിന്നെ എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ബോയ്സ് മാസ്ട്രുബേറ്റ് ചെയ്യുന്ന അതിനെ വളരെ ഇങ്ങനെ ഷോർട്ടായിട്ട് മറ്റേ കുട്ടി വേർഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് വാണ എന്ന് പറയുന്നത്. സത്യം പറയല, എനിക്ക് കൊണം വരണമെങ്കിൽ. ഓക്കെ, അവര് വളരെ ജെനുവിൻ ആയിട്ട് വാണം എന്ന് പറഞ്ഞ ടേം അവർക്ക് കുറെ കാലമായിട്ട് അറിയില്ലായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് പിന്നെ ലേറ്റർ ഓൺ മനസ്സിലായത്. സോ ഒരു കൈൻഡ് ഓഫ് ട്രോമ വരും. നമ്മളൊരു നല്ല വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോനടിയിൽ വന്നിട്ട് നിങ്ങളെ ശബ്ദം കേൾക്കുമ്പോൾ വാണം അടിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ വാണം വിടാൻ തോന്നുന്നു എന്നൊക്കെ കമന്റ് ഇടുന്നത് അതൊരു ട്രോമയായിട്ട് നമുക്ക് നിൽക്കും. അതായത് അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലർക്ക് അത് നിൽക്കും, അതിങ്ങനെ തങ്ങി നിൽക്കും. കഴിഞ്ഞ വീഡിയോനടിയിൽ ശബ്ദം കേട്ടാൽ വാണം അടിക്കുന്ന ഒരുത്തിട്ടുണ്ട് എന്തെന്ന് പറയും. അങ്ങനെ അത് വരാൻ വേണ്ടിയിട്ടാണ് ഈ നാറികൾ എന്ത് ചെയ്യുന്നത്, ഈ പുഴുത്ത പരിപാടി ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവന്മാരുടെ ഒരവസ്ഥ ഞാൻ ലിറ്ററലി ആലോചിച്ച് നോക്കുന്നത്. ഇവന്മാർക്ക് ശബ്ദം കേട്ടാൽ മാടിക്കാൻ തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്മാർ ബൈക്കിന്റെ കാറിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ സൈലൻസറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി സാമാനം ഇടും. കാരണം ശബ്ദം കേട്ട് ഇഷ്ടമായി, സൈലൻസറിന്റെ തുളയുണ്ട്, ഇട്ടാളയും ചിലപ്പോ. അങ്ങനത്തെ കാമം പിടിച്ച ഭ്രാന്തന്മാരുണ്ടല്ലോ ഈ നാട്ടിൽ, ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഞാനൊരു ഗെറ്റ് റെഡി സിനിമയ്ക്ക് പോള ഗെറ്റ് റെഡി വീഡിയോയിൽ വന്ന കമന്റ് ആണ്. SSS എന്നുള്ള ID വന്നതാണ്. ഗംഗേ, നമുക്ക് കല്യാണം കഴിഞ്ഞ് നീ നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് ഈ ബ്രാ ഇട്ടാ മതി. കക്കൂസിൽ പോയോ? ലാലു നിഷു വ്ളോഗ് കക്കൂസിൽ പോയി. അപ്പം ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇല്ല വേണമെന്ന്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കക്കൂസിൽ പോകാനൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടെന്ന് എനിക്ക് സീരിയസ്ലി ഞാൻ ഒരു പറഞ്ഞു തന്നെ പൊന്നു കേട്ടാ, ഞാൻ കക്കൂസിൽ പോവേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും വേണം ഞാൻ പാഴ്സൽ തരാമെന്ന് സീരിയസ്ലി പറയല. എന്നെ കൊണ്ട് പറയിപ്പിക്കണേ ഇങ്ങനെ എൻ്റെ വായിരിക്കണ കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അണ്ടർ ആംസ് വാക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടു, അതിൽ വന്ന കമന്റ് ആണ്, എൻ്റെ മുഖം കണ്ട ആരും വന്നിട്ടില്ല, കച്ചത്തിലെ രോമം കണ്ടാണ് വരണത്, എനിക്ക് വയ്യേ. തൻ്റെ കച്ചത്തിലെ രോമം കാണുമ്പോൾ എനിക്ക് സാധനം എഴുന്നേൽക്കും. എന്നെ പൊന്നോക്കണേ, എനിക്ക് അറിഞ്ഞൂടാ, കച്ചത്തിലെ രോമം കണ്ടതൊക്കെ പറയുമ്പോൾ എഴുന്നേൽക്കുന്ന. ഇതായത് ഒന്നാമത് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ആളുകൾക്ക്. രണ്ടാമത്തെ പറഞ്ഞാൽ ഫാന്റസി. ചിലരുടെയൊക്കെ ഫാന്റസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിന് ഫാന്റസി എന്നും പറയാൻ പറ്റില്ല, ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, വൈകൃതങ്ങളാണ്. അതായത് വികൃതമായ ചിന്താഗതികളാണ് ഈ സെക്സിനെ കുറിച്ചിട്ട് ചിലർക്ക്. അല്ലെങ്കിൽ ഇത് ലൈക്ക് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ ഈ കമന്റ് ബോക്സ് യൂസ് ചെയ്യുന്നത് ഒരു വൃത്തികേട്. ഓക്കെ, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെട്ടാണ് സൊസൈറ്റിക്ക്. ഞാൻ ആക്ച്വലി പലവട്ടം ഈ പറഞ്ഞ യൂട്യൂബ് ഒഫീഷ്യൽസിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് കമന്റ് ചെയ്യാൻ ചുമ്മാ ഉണ്ടാക്കിയിരുന്ന പ്രൊഫൈലുകളിൽ നിന്നാണല്ലോ ഈ കമന്റും കാര്യങ്ങളൊക്കെ വരാം. ശരിക്കും ഇങ്ങനത്തെ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയണം ശരിക്കും. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തൊക്കെ എന്ത് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ഏത് അണ്ടർടേക്കറല്ല, ജോൺസീനല്ല, ഇനി ഏത് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ID, അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ ഫോട്ടോ, സാധനങ്ങൾ വെച്ചിട്ട് ആളെ പൊക്കാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റം ആക്ച്വലി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും കൊണ്ടുവരണം. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു സാധനം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പറയുക, മനസ്സിനകത്ത് കിടക്കും ഒരു കമന്റ് ഇടുന്നതിന് മുമ്പ്, ഇതാറ്റ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ട് പണി പാളി എന്നുള്ളത് എന്താണെങ്കിലും വരും. അവസ്ഥയുടെ കേരളത്തിൽ ഇത്ര ദാരിദ്ര്യ നാട്ടുകാർക്ക്. നെക്സ്റ്റ് വന്ന കമന്റ് ആണ് ജിതീഷ് എനിക്കൊന്ന് മുമ്പ് ആ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഗംഗയുടെ മൂത്രം കുടിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, എവിടെ വന്നാൽ അത് തരാൻ പറ്റും എന്ന് പറയുമോ, പ്ലീസ് റിപ്ലൈ. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, അപ്പൊ സ്ത്രീയുടെ മൂത്രമാണ് നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ അമ്മ കാണും. എന്തായാലും നിന്നെ ഒരമ്മ പെറ്റിട്ടായിരിക്കും നീ വന്നിട്ടുള്ളത്, ഒരു സ്ത്രീ പെറ്റിട്ടായിരിക്കും. നിനക്ക് അമ്മ കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് സഹോദരി കാണും, നിനക്ക് ഭാര്യ കാണും. അപ്പൊ നീ അവരുടെ അടുത്ത് ചോദിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നീ ഏതെങ്കിലും പബ്ലിക് ബാത്റൂമിൽ പോയിട്ട് ചോദിക്കണം, ഏതെങ്കിലും പെങ്കൊച്ച് ഒഴിച്ച മൂത്രം ഉണ്ടെങ്കിൽ എനിക്കൊരു കുപ്പി തരുമെന്ന് ചോദിക്കണം. നിനക്ക് ഇത്ര മൂത്രം കുടിക്കാനാണ് നിനക്ക് ഇത്ര ആഗ്രഹം എന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. പബ്ലിക് ബാത്റൂമിൽ കയറി ചോദിക്കുക, എനിക്ക് ഇച്ചിരി മൂത്രം തരും, എനിക്ക് കുടിക്കണം, അത്യാവശ്യം എൻ്റെ ദാഹം നിൽക്കാൻ മൂത്രം അല്ലാതെ ഒന്നും പറ്റില്ല. എനിക്ക് ഒരൊറ്റ കാര്യം, ഇവർക്ക് മനുഷ്യരൊക്കെ തന്നെയെന്നാണ് എനിക്ക് ഡൗട്ട്. കാരണം മൂത്രം കുടിക്കാൻ ഗോമൂത്രം കുടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അസുഖങ്ങൾക്ക്. ഇനിയിപ്പോൾ ഇനി അങ്ങനെ വല്ലതും വിചാരിച്ചിട്ട് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അതിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പം അപ്പോഴാണെന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ കുറച്ച് വിഷം കൂടെ ഞാൻ കലക്കി തന്നെ, നീ അങ്ങനെ അങ്ങ് ചാവട്ടെന്ന് ഞാൻ വിചാരിച്ചേനെ.
ഇതൊക്കെ എന്താ പറയാ, ചെറുതാക്കി ഇവരുടെ സംസാര രീതിയും ഇവർ പിന്നെ അത് കുറച്ച് ഫണ്ണായിട്ട് എടുത്തിട്ടും പിന്നെ ഞാൻ പറഞ്ഞു ഇവരുടെ സ്ലാങ്ങും സംസാര രീതിയും വെച്ചിട്ടാണ് ആളുകൾ മേ ബി ഇത് കേൾക്കുന്ന സമയത്ത് അത്രത്തോളം ഇമ്പാക്റ്റ് ആവില്ല ചിലപ്പോൾ. പക്ഷേ ഇതൊക്കെ സീരിയസ് കമൻറ്റിങ് ആണ്, സീരിയസ് കമൻറ്റിങ്. ചിലരുടെ ഫാൻറ്റസിയാണ് ഈ മൂത്രം കുടിക്കുക, മൂത്രം ഒഴിക്കുക, എന്തൊക്കെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ യൂറിൻ പരിപാടികളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. അതൊക്കെ ചിലരുടെയൊക്കെ അവരുടെയൊക്കെ ടാബു, അവരുടെയൊക്കെ ഒരു വേറെ കൈൻഡ് ഓഫ് തിങ്കിങ് ആണ് അവർക്കൊക്കെ. ചിലർ എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്. ബട്ട് അതൊക്കെ വന്നിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട് പോകുമ്പോൾ അവരിവിടെ എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവർ ഐഡൻറ്റിറ്റി കൊടുത്തില്ലെങ്കിൽ പോലും, ഓക്കെ, ഐഡൻറ്റിറ്റി കൊടുത്തില്ലെങ്കിൽ പോലും ഇത് കമൻ്റ് ഇട്ട് ഇവൻ്റെ അകത്തുള്ള ഈ സാധനം വന്ന് പിന്നെ ഇത് എവിടെയാണ് എങ്ങനെ ആരോടാ പറയേണ്ടത് പ്രകടിപ്പിക്കേണ്ടേ എന്ന് അറിയാത്തൊരവസ്ഥ വരും. കമൻറ്റ് ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ പിന്നെ എന്താ വരിക, അടുത്ത ആൾക്കാരോട് പറയാൻ തുടങ്ങിയിട്ട് പിന്നെ എന്താ വരിക, സ്ട്രേഞ്ചേഴ്സിനോട് പിന്നെ വീട്ടിൽ പറയാൻ തുടങ്ങും. ഏത് സീരിയസ്ലി പേടിക്കണം ഇങ്ങനെയുള്ള അവന്മാരെ. ലൈക്ക് ഇവന്മാർ എന്തും ചെയ്യാൻ റെഡിയാവും. ഇവന്മാർ ഏത് രീതിയിലുള്ള സെക്ഷൽ അട്രോഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യും. ഇതൊക്കെ സൊസൈറ്റിയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഇവന്മാരെ ഒന്ന് ഒറ്റപ്പെടുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവന്മാരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വരുന്ന രീതിയിലുള്ള പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ ആദ്യം റെഡി ആവണം. അല്ലാത്ത പക്ഷം റെഡി ആവില്ല. നമ്മൾ പോലീസുകാരെ കുറേ കുറ്റം പറഞ്ഞിട്ടോ സൈബറിനെ കുറേ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, അവിടെ അതില്ലല്ലോ. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം പ്ലാറ്റ്ഫോമുകളിൽ ഇവരുടെ ഐഡൻറ്റിറ്റീസ് അപ്ലോഡ് ആവണം. അല്ലാത്ത പക്ഷേ ഇങ്ങനത്തെ എന്താ പറയുക മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ ഉള്ള പീക്കോക്ക് മക്കൾ ഇതേപോലെ വന്ന് കമൻ്റ് ഇട്ട് പോകും. എന്തൊരവസ്ഥ, മൂത്രം വേണം, മൂത്രം കുടിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എടാ ഇത്ര കഴപ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിൻ്റെ ബാക്ക് പോയി, ലേഡീസ് ടോയ്ലറ്റിനോ അതിൻ്റെ ബാക്ക് പോയിട്ട് സെപ്റ്റിക് ടാങ്ക് പോലും ഇല്ല ചില യൂറിൻ ടോയ്ലറ്റ്സിനും യൂറിനൽസിനൊക്കെ, അങ്ങനെ ഒഴിച്ചു കൊണ്ട് ഒരു കുപ്പിയും വെച്ച് കൊടുത്താൽ മതി, തീർത്ഥം കിട്ടാൻ മാതിരി കിട്ടും, എടുത്ത് കുടിച്ചോ. അങ്ങനെ തീരട്ടെ എൻ്റെ ആഗ്രഹം. അത് ഒന്നല്ല, ഒരുപാട് പെണ്ണുങ്ങൾ ഇത് കിട്ടും. അല്ലാതെ എന്ത് പറയാൻ ഈ പരനാറികളോടൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും നല്ലതാണ് സ്വന്തം പ്രൊഫൈലിൽ വരുന്ന വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന ഇങ്ങനത്തെ കമൻസ് ഒക്കെ എക്സ്പോസ് ചെയ്ത് ഇവന്മാർക്ക് ഒരു റിപ്ലൈ പബ്ലിക്കായിട്ട് കൊടുക്കുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്, ആക്ച്വലി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പ്രൊഫൈലുകൾ ഇപ്പോൾ ഇങ്ങനെ അടുത്ത് ഒരുപാട് കമൻറ്റ് റിയാക്ഷൻസ് ആയിട്ട് വരുന്നത് കണ്ടു. ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു സീ.